നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ലേറ്റസ്റ്റ് നിങ്ങളുടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 13/7/2024 നടന്ന ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ മെയിൻ ലിസ്റ്റ് കാറ്റഗറി നമ്പർ 431/2023 കാറ്റഗറി നമ്പറുള്ള ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ ലിസ്റ്റ് എന്താണ് പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര പേരാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളത്, എത്ര മാർക്കാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം പി എസ് സി കൊടുത്തിട്ടുണ്ട് 24/4/2025 മുതൽ ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരും എന്നാണ് പി എസ് സി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 76 മാർക്ക് നേടിയ അയന ഉത്തമൻ പി എന്നൊരു ഉദ്യോഗാർത്ഥിയാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. 76 മാർക്ക് വെയിറ്റ് ചെയ്തെന്ന് കൂടാതെ 76 മാർക്കാണ്. 98 നിങ്ങൾ ഈ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ഫസ്റ്റിലെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ എടുക്കുക. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടിയിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു താരതമ്യം, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എത്രത്തോളം പിന്നിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ ഇനി പഠിക്കാനുണ്ട് എന്ന് സ്വയം നിങ്ങളെല്ലാവരും വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒന്നാം സ്ഥാനവും അല്ലെങ്കിൽ 1, 2, 3 സ്ഥാനം നേടിയ ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്ന് സ്വയം ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, പകരം നിങ്ങൾ ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് എന്ന സ്വയം ബോധം അല്ലെങ്കിൽ നിങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ പറഞ്ഞത്. ഓക്കെ, ആരെങ്കിലും വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എത്ര പേരാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. 64 ആൾക്കാരാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളത്. 60 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥി എന്നാണ് അൻസിയ എന്ന ഉദ്യോഗാർത്ഥിയാണ് 64ാമത്തെ റാങ്കുകാരിയും. ഡേറ്റ് ഓഫ് ബർത്ത് 2002. നോക്കണേ, ഞാൻ പറഞ്ഞില്ലേ 2002 ആണ്. ഓക്കെ, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും കുറേ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്, ഓക്കെ, മുസ്ലിം, അതുപോലെ തന്നെ ലാറ്റിൻ കത്തോലിക്ക, OBC തുടങ്ങിയ ഈ വിഭാഗത്തിലൊക്കെ കൂട്ടുകാർ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം പരമാവധി ആൾക്കാർ ഈ ലിസ്റ്റിലെ മൊത്തം ആൾക്കാരെ പി എസ് സി എടുക്കട്ടെ, നിയമിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും എത്രയും പെട്ടെന്ന് പി എസ് സി എടുക്കട്ടെ. അതുപോലെ ഇനി വരുന്ന ലിസ്റ്റിൽ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറപ്പെടുവിക്കട്ടെ, നിയമനങ്ങൾ നടത്തട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും PVQ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ കാണുക. വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും നമ്മുടെ ചാനൽ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.